ദിവ്യരഹസ്യം അനുതാപമോടെ ആദരവോടെ അർപ്പിക്കുവാനണിച്ചേരാം. സ്തുതിക്കർഹമാം ബലിപീഠേ, ദൈവികമാം ദിവ്യരഹസ്യം അനുതാപമോടെ ആദരവോടെ അർപ്പിക്കുവാനണിച്ചേരാം. അണയാമണിച്ചേരാം അനുരഞ്ജിതരാകാം ഈ ബലിവേദിയിലണയാം. അണയാമണിച്ചേരാം അനുരഞ്ജിതരാകാം ഈ ബലിവേദിയിലണയാം. സ്നേഹപിതാവിന് തനയനിന്റെയും സ്നേഹവതി ഇതിൽ പങ്കുചേരാം. സ്നേഹപിതാവിന് തനയനിന്റെയും സ്നേഹവതി ഇതിൽ പങ്കുചേരാം. സ്നേഹിതർക്കായി നിത്യം ജീവനിന്റെയും സ്നേഹത്തിൻ ബലിയിൽ പങ്കുചേരാം. സ്നേഹിതർക്കായി നിത്യം ജീവനിന്റെയും സ്നേഹത്തിൻ ബലിയിൽ പങ്കുചേരാം. അണയാടിച്ചേരാം അനുരഞ്ജിതരാകാം ഈ ബലിവേദിയിലണയാം. അണയാമണിച്ചേരാം അനുരഞ്ജിതരാകാം ഈ ബലിവേദിയിലണയാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വം. സൈന്യമെന്റെ വണങ്ങാൻ വൈരികൾ പിന്തുടർന്നാലും ഭീതിയിലേക്ക് തെല്ലും ദൈവമാണിൻ പാലകൻ. പ്രിയതമങ്ങേ വസതിയിൽ കഴിയുവാനും മോഹം മധുരമങ്ങേ മഹിമയിൽ അറിയുവാനെന്താ. കണ്ണിനങ്ങേ കലിയുകൾ കണ്ടു കണ്ടു മയങ്ങണം. കാതിനങ്ങേ കനിവരും കഥകൾ കേട്ടുലയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവ്വം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാവിനോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാരം നീയരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങയെ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടുവിൻ, സകലമൊന്നായി പാടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനേ,
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനം അധ്യായം 3 തിരുവചനങ്ങൾ 1 മുതൽ 3 വരെ ഗുരു ആശ്രദിച്ചാൽ നിശികാലനെ അനുഗ്രഹിക്കട്ടെ. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെ തന്നെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അതവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു: അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധനാകുന്നു. വചനം 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 തിരുവചനം വചനം. ആദിയിലുണ്ടായിരുന്നൊരു വചനം, ആകാശഭൂമികൾ തീർത്തൊരു വചനം. ആദിയിലുണ്ടായിരുന്നൊരു വചനം, ആകാശഭൂമികൾ തീർത്തൊരു വചനം. വചനം 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 തിരുവചനം വചനം. മാനവനായി മണ്ണിൽ വന്നൊരു വചനം, പാതയിൽ ദീപമായി തെളിയും വചനം. മാനവനായി മണ്ണിൽ വന്നൊരു വചനം, പാതയിൽ ദീപമായി തെളിയും വചനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 19 വരെ തിരുവചനങ്ങൾ. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും, മറ്റു ചിലർ ഏലിയ എന്നും, വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു.
അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അടിക്കുന്നതെല്ലാം സ്വർഗത്തിലും അടിക്കപ്പെട്ടിരിക്കും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നവംബർ മാസം 1-ാം തീയതി സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനമാണ്. ഇന്നത്തെ ലേഖന വചനം നമ്മെ പ്രത്യേകമായി അനുസ്മരിപ്പിക്കുന്നത് അതേക്കുറിച്ചാണ്. നാം വിശുദ്ധരാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. ആ വചനഭാഗം അവസാനിപ്പിച്ചപ്പോൾ അച്ഛൻ്റെ ഒരു പാപത്തെക്കുറിച്ച് ഓർമ്മ വരുത്തിയ രീതി ഇങ്ങനെയാണ്. ഏറ്റവും വായിച്ചപ്പോൾ അവസാനത്തെ വചനം തെറ്റിച്ചാണ് വായിച്ചത്. അപ്പോൾ ഓർത്ത കാര്യം, ഇന്ന് അവന് ആശീർവാദം നൽകിയപ്പോൾ അച്ഛൻ വേണ്ടത്ര ശ്രദ്ധയോടെ അവൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി ആശീർവാദം നൽകിയില്ല എന്ന പാപമാണ് അച്ഛനെ ഓർമ്മിപ്പിച്ചത്. അവൻ വായിക്കുമ്പോൾ ഇടത്തിൽ പേടിയൊക്കെ വരും. ഒരു ദിവസം പറഞ്ഞു. അതിനുശേഷം അച്ഛൻ ആ കാര്യം കൂടി അവൻ്റെ വേദനയും കൂടി ഓർത്ത് അവൻ ആശീർവദിച്ച ദിവസം അവൻ തന്നെ അത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് അച്ഛനോട് പറയുമെന്ന് വെച്ചാൽ, ഇന്ന് വായിച്ചപ്പോൾ അച്ഛൻ്റെ ഉള്ളിൽ നടന്ന കാര്യം അവനറിയില്ല, പക്ഷെ അവൻ തന്നെ സങ്കീർത്തിച്ചെന്നൊക്കെ പറഞ്ഞു. വെച്ചാൽ ഇന്ന് ഞാൻ വായിച്ചപ്പോൾ എന്തോ എനിക്ക് ശക്തി കിട്ടി, ഞാൻ പേടിക്കണ്ട, ടെൻഷൻ പിടിക്കണ്ട എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു. ആ കാര്യം കൂടി ഓർപ്പിച്ചിട്ടാണ് ഇന്ന് അവൻ്റെ അവസ്ഥ ഓർത്ത് അങ്ങനെ അത്രയും ശ്രദ്ധയോടെ അല്ല അച്ഛൻ ആശീർവാദം നൽകിയത് എന്ന അച്ഛൻ്റെ പാപത്തെക്കുറിച്ച് അച്ഛനെ കർത്താവ് ഓർമ്മിപ്പിക്കാൻ അതിനുവേണ്ടി ആയിരിക്കാമാണ് തെറ്റ് വരുത്തിയത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശുദ്ധിയിലേക്കുള്ള യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തെറ്റുകളും പോരായ്മകളും ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്ന തരം എന്നതിനേക്കാൾ നാം തന്നെ അത് മനസ്സിലാക്കുന്ന തരമാണ്. അത് മനസ്സിലാക്കി തമ്പുരാനോട് മാപ്പ് ചോദിക്കുമ്പോൾ നമ്മുടെ എല്ലാ പോരായ്മകളിലേക്കും കർത്താവിൻ്റെ കൃപ ഇറങ്ങി വന്ന് നമ്മെ വിശുദ്ധീകരിക്കും, നമ്മെ വിശുദ്ധരാക്കും. യോഹന്നാൻ ശ്ലീഹ 1 യോഹന്നാൻ 1:7 എഫേസ്യോസ് 1:7 പറയുന്ന കാര്യം അച്ഛൻ ഓർക്കുന്നു. അവൻ്റെ രക്തം എല്ലാ പാപക്കറകളിൽ നിന്നും നമ്മെ കഴുകി ശുദ്ധീകരിക്കും. റോമ 3:9 മുതലുള്ള വചനങ്ങൾ അച്ഛന് മനസ്സിലേക്ക് വരുന്നു. നീതിമാനായിട്ട് ഒരുവൻ പോലും, എല്ലാവരും പാപികളാണ്, എല്ലാവരും പാപികളാണ്, എല്ലാവർക്കും ഒന്നടങ്കം വഴിതെറ്റിപ്പോയിരിക്കുന്നു എന്ന് വരെ പൗലോസ് അപ്പോസ്തലൻ സങ്കീർത്തകന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. എന്നാൽ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. യേശുവിനെ ജോർദാൻ നദീതീരത്ത് കാണുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആത്മാവിൻ്റെ അഭിഷേകം കിട്ടിയ സ്നാപകൻ 30 വർഷത്തെ തപസ്സയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യത്തിൽ ജീവിച്ച ആ ശക്തിയിൽ നിറഞ്ഞു നിന്നിട്ട് യേശുവിൻ്റെ മാമോദീസായുടെ സമയത്ത് യേശുവിലേക്ക് ആത്മാവ് ഇറങ്ങി വരുന്നത് കാണാൻ ഭാഗ്യം കിട്ടി. അങ്ങനെ ഉപരി കൃപയിൽ നിറഞ്ഞ സ്നാപകൻ യേശുവിനെ കുറിച്ച് പറയുന്നൊരു വലിയ സാക്ഷ്യമുണ്ട്. ഇതാ ഇവൻ ലോകത്തിൻ്റെ മുഴുവൻ്റെയും പാപങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ഈ ക്രിസ്തുവിനെ അടുത്ത് കാണലിനെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് പറഞ്ഞു തരിക. അത് ദൈവകൃപ കിട്ടിയാൽ മാത്രം സാധിക്കുന്നതാണ്. അച്ഛൻ ദൈവകൃപ കൊണ്ട് നിറയുന്ന അനുഭവങ്ങൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ലഭിക്കുന്ന അതേ തരത്തിൽ തന്നെ അച്ഛൻ ഏറ്റവും കൂടുതൽ ദൈവകൃപ ലഭിക്കാതെ കുർബാനയുടെ സമയത്താണ്. ഏറ്റവും കൂടുതൽ ജ്ഞാനം കിട്ടുന്നത് അപ്പോഴാണ്.
സുവിശേഷ വചനങ്ങളെക്കുറിച്ചുള്ള അർത്ഥവ്യാപ്തി ലഭിക്കുന്ന കുർബാനയുടെ സമയത്താണ്. ആത്മീയമായ വിശുദ്ധീകരണ അനുഭവം ലഭിക്കുന്ന കുർബാനയുടെ സമയത്താണ്. അങ്ങനെ ലഭിക്കുന്ന കൃപാനുഭവത്തിൻ്റെ അതേ തോതിൽ തന്നെ ഓരോരുത്തർക്കും പാപമോചനം നൽകുമ്പോഴും അച്ഛന് ജ്ഞാനവും കൃപയും ലഭിക്കാറുണ്ട്. ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത അർത്ഥവ്യാപ്തി പല വചനങ്ങളുടെയും ലഭിക്കുന്നത് ഒരാളുടെ വേദനയുടെ മുമ്പിൽ നിന്ന് ആ വ്യക്തിക്ക് അതേക്കുറിച്ച് വിശദീകരണം നൽകുമ്പോഴാണ്. ദൈവം തരുന്ന വലിയൊരു അനുഗ്രഹമാണ്. അച്ഛനിത് പറയുന്നത് സുവിശേഷത്തെക്കുറിച്ചാണ്. സുവിശേഷത്തിൽ ഈശോ പറയുന്ന ഒരു വചനമാണ് അച്ഛൻ ഇന്നത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടത്. ശിമയോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. എന്താണ് വെളിപ്പെടുത്തി കൊടുത്തത്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന്. ഈ വചനം അച്ഛൻ ഇന്നലെ രാത്രി മുതൽ ധ്യാനിച്ച് അതിൻ്റെ അർത്ഥവ്യാപ്തി വല്ലാതെ അച്ഛനെ ഭരിക്കുന്നൊരനുഭവം ഉണ്ടായി. അച്ഛൻ പത്രോസിനെ വളരെ അടുത്തുനിന്ന് കാണുകയും പത്രോസിന് ലഭിച്ച അനുഗ്രഹത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച്. അപ്പോൾ കർത്താവ് അച്ഛൻ മനസ്സിലാക്കിയിരുന്ന കാര്യം ഇതാണ്: ആ 12 പേരിൽ ഇത്രയും സ്നേഹമുള്ള, ഇത്രയും വിശ്വാസമുള്ള, ഇത്രയും തീവ്ര ഭക്തിയുള്ള, ബന്ധമുള്ള മറ്റാരും ഉണ്ടായില്ല. യോഹന്നാൻ പോലും പത്രോസിന് താഴെയാണ്. വെറുതെ പത്രോസിന് അധികാരം കൊടുത്തതല്ല. എന്നിട്ട് 2-3 വചനങ്ങൾ അച്ഛൻ ഈശോ ഓർമ്മിപ്പിച്ചു തന്നു. മത്തായി 14:22-33. അവിടെ നമുക്കറിയാവുന്ന കാര്യമാണ്. വെള്ളത്തിൻ്റെ മേലെ നടക്കുന്ന പത്രോസ്. നമ്മുടെ ഇവിടെ ഈ പള്ളിയുടെ ഒരു പടമുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഈ സൈഡിലുള്ള പടം. വെള്ളത്തിൻ്റെ മേലെ നടക്കുന്ന പത്രോസിനെ കാണാം. 11 പേരും, പത്രോസ് ഉൾപ്പെടെ എല്ലാവരും ഇതാ ഭൂതം എന്ന യേശുവിനെ വിളിക്കുമ്പോൾ ഒരു തരി അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാൻ ആ 12 പേരിൽ പത്രോസിന് ഒരാൾക്ക് മാത്രമാണ് കഴിഞ്ഞത്. ദൈവത്തിൻ്റെ കൃപയാണ്, പത്രോസിന്റെ കഴിവല്ലാതാണ് ഈശോ സാക്ഷ്യപ്പെടുത്തുന്നത്. പക്ഷേ ആ 11 പേരിൽ ഒരാൾ മാത്രമാണ് ഇത് അങ്ങ് ആണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് അല്പവിശ്വാസിയാണ്. പക്ഷേ മറ്റാർക്കും ഇല്ലാത്ത വിശ്വാസം പത്രോസിനുണ്ടായി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ നമ്മുടെ കുടുംബത്തിൽ ചിലപ്പോൾ ഒരാൾക്കാണ് അവർ വിശ്വാസ ചൈതന്യം കൂടുതലായിട്ട് ലഭിക്കുക. ഇടവയിലും അതുപോലെ തന്നെ. അപ്പോൾ ആ വെളിച്ചം കിട്ടുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കാം. ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് തന്നെ പത്രോസ് ആ വെള്ളത്തിൻ്റെ മേലെ നടക്കുകയാണ്. പത്രോസ് വെള്ളത്തിൽ നീന്തിയിട്ടുണ്ട്, വെള്ളത്തിൽ ജീവിച്ചവനാണെന്ന് പറയാൻ നോക്കുവനല്ലേ. പക്ഷേ യേശുവിൻ്റെ വചനത്തിൽ, ആ സാന്നിധ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് നടന്നു നീങ്ങിയപ്പോൾ ഒരിക്കലും പറ്റാത്ത കാര്യങ്ങൾ, അതിന് തന്നെ ഇടയാകുന്നത് എങ്ങനെയാണ്? തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളുടെ കൈമുതൽ 12 വർഷത്തെ വിശ്വാസ പരിശീലനമൊന്നും പത്രോസിനില്ല. പക്ഷേ തൻ്റെ വീട്ടിൽ ഒരു ദിവസം യേശു വന്നപ്പോൾ ആ യേശുവിനെ പത്രോസ് അടുത്ത് കണ്ടു. കൊറോണ പനിയൊന്നും ആയിരുന്നില്ല, ഒരു സാധാരണ പനി അമ്മായിമ്മയെ ബാധിച്ചിരുന്നത്. യേശു സ്പർശിച്ചപ്പോൾ അവളൊരു പനി വിട്ടുമാറി. പ്രിയപ്പെട്ടവരെ, ഇതൊരു വ്യക്തിപരമായ വിശ്വാസ അനുഭവമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് നമ്മെ അവിടുന്നിലേക്ക്, സഭയിലേക്ക്, കൂദാശകളിലേക്കൊക്കെ അടുപ്പിക്കുന്നത് ഇങ്ങനെ വ്യക്തിപരമായി നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് നൽകിയ കൃപകളുടെ, അനുഗ്രഹങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ആ അനുഭവം പത്രോസിന് മറക്കാൻ പറ്റുന്നതല്ല. ആ പത്രോസാണ് യേശു ഈ വള്ളം നീക്കിയിടുമെന്ന് പറഞ്ഞപ്പോൾ നീക്കിയിടുന്നത്. 2 വള്ളങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് പത്രോസിന്റെ അന്ത്രയോസിന്റെയും കൂടിയുള്ളത്, ഒന്ന് യാക്കോബിന്റെ യോഹന്നാന്റെയും. യേശു പത്രോസിന്റെ വള്ളത്തിലാണ് കയറിയത്. കാരണം ആ മനുഷ്യന്റെ ഔദാര്യം അത് നമുക്കവിടെ കാണാം. ലൂക്ക 5:11 തിരുവചനങ്ങളിൽ ആ മനുഷ്യന്റെ ഔദാര്യം എന്താണ്? തനിക്ക് കിട്ടിയതുപോലെ തന്നെ യേശു കയറാത്ത വള്ളത്തിലും ലഭിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, അത്ര ഔദാര്യമുള്ള മനുഷ്യൻ. ആ വചനത്തിൽ കാണാം, 2 വള്ളങ്ങളും മുങ്ങാറാകുമ്പോൾ നിറച്ചു. എൻ്റെ വള്ളം ഞാൻ നീക്കിയിട്ടുള്ളൂ, എനിക്ക് കിട്ടി, നിനക്കതിൽ കാര്യമില്ല, നീ വന്നില്ല, അല്ലെങ്കിൽ നീ അതിനെ മനസ്സ് കാണിച്ചില്ല എന്നല്ല.
ആംഗ്യം കാണിച്ച് പത്രോസ് മറ്റേ വള്ളത്തിലുണ്ടായിരുന്നവരെ വിളിക്കുകയാണ്. അതെ, എനിക്ക് കിട്ടിയതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വള്ളം നീക്കിയിട്ടില്ലെങ്കിൽ പോലും നൽകുക. ആ ഒരു ഔദാര്യമുള്ള മനുഷ്യനെ പത്രോസിനെ ഈശോ വളരെയേറെ ശ്രദ്ധിച്ചു എന്ന് പറയാം. പത്രോസിനോടുള്ള യേശുവിൻ്റെ ബന്ധത്തിൻ്റെ രഹസ്യം ഇതാണ്. അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നവൻ അധിക കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നു പറയുന്നില്ലേ? അരി വെന്തോന്ന് നോക്കാനായിട്ട് എല്ലാ ചോറും പറ്റും ഞെക്കി നോക്കണ്ട നമുക്കറിയാം. ഇതുപോലെ പത്രോസിൻ്റെ ആ ജീവിത ശൈലി ഈശോയെ വളരെയേറെ ആകർഷിച്ചു. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ ഈ വിശ്വാസത്തിലും സ്നേഹത്തിലും ഔദാര്യത്തിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോൾ ഈശോയ്ക്ക് വലിയ സന്തോഷമായിരുന്നു. അതുകൊണ്ട് തന്നെ വളർത്തുകയാണ്. ആ പത്രോസിന് കൂടുതലായി കൃപ ലഭിച്ച അനുഭവത്തെക്കുറിച്ച് മറ്റുള്ളവരും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണ് പറയുന്നത്, പത്രോസേ, നീ ഈ വിശ്വാസ സാക്ഷ്യം നൽകിയത് നിന്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടും അവിടുന്ന് പറയുകയാണ്, മക്കളെ, നിങ്ങൾക്കും ഇത് ലഭിക്കും. പത്രോസിൻ്റേതുപോലത്തെ ഈ മനോഭാവങ്ങൾ കൊണ്ട് നിറഞ്ഞാൽ. അച്ഛൻ ഇന്നത്തെ പ്രഭാതത്തിൽ പ്രത്യേകം അതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം, സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കാനും മനുഷ്യൻ തയ്യാറായി. അല്പം സുബോധമുണ്ടെങ്കിൽ ആരും ചെയ്യില്ലാത്ത കാര്യമാണ് ഇത്രയും ഒരു പട്ടാള വ്യൂഹം യേശുവിനെ പിടിക്കാൻ വരുമ്പോൾ വാളെടുത്ത് വെട്ടുക എന്നുള്ളത്. മറ്റാരും ധൈര്യപ്പെട്ടിട്ടില്ല. പത്രോസ് അതിന് തയ്യാറായി. അതിലും അച്ഛനെ ചിന്തിപ്പിച്ച കാര്യം, യോഹന്നാൻ 21-ാം അധ്യായത്തിൽ മറ്റെല്ലാവരെക്കാൾ കൂടുതൽ സ്നേഹിക്കാൻ. ഇങ്ങനെ പത്രോസിന്റെ ആ ജീവിത പ്രത്യേകതകൾ ഈ ഒറ്റ വചനത്തിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ മനസ്സിലാക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസ തീർത്ഥാടക ജീവിതത്തിൽ വിശുദ്ധരെ നമുക്ക് കർത്താവ് കാണിച്ചു തരുന്ന സഭ പ്രത്യേകമായിട്ട് നൽകുന്നത് അവര് ക്രിസ്തുവിനെ കണ്ട രീതിയിൽ നാം ക്രിസ്തുവിനെ കാണാൻ വേണ്ടിയാണ്. പക്ഷെ ഇന്ന് പലപ്പോഴും അങ്ങനെയല്ല. പലപ്പോഴും ഒരു വിശുദ്ധനെ കുറിച്ച് കാണുമ്പോൾ കേൾക്കുമ്പോൾ വിശുദ്ധന്റെ പിന്നാലെ പോണത് തെറ്റായ ഒരു വിശ്വാസ നിലപാടാണത്. കാരണം വിശുദ്ധനെ കാണിച്ച് പരിശുദ്ധ അമ്മയെ ഉൾപ്പെടെ എന്തിനാ കാണിച്ചു തരുന്നത്? അമ്മയുടെ അടുത്തേലും അമ്മ പറയും, മക്കളെ, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക. കാരണം അവിടുന്ന് പറഞ്ഞ വചനം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ലഭിക്കുന്നത് അനുഗ്രഹങ്ങൾ. അല്ലാതെ മറിയത്തിന്റെ അടുത്ത് നിൽക്കുമ്പോഴല്ല, യോസേഫിന്റെ അടുത്ത് നിൽക്കുമ്പോഴല്ല, യൂദാസ്ലീഹയുടെ അടുത്ത് നിൽക്കുമ്പോഴല്ല. അവർക്ക് കൈ ചൂണ്ടാനുള്ളത് യേശുവിലേക്കാണ്. കാരണം യേശുവാണ് രക്ഷകൻ, ഒരു വിശുദ്ധനും രക്ഷകനല്ല. മദർ തെരേസായും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ഒക്കെ വിശുദ്ധരാണ്. അച്ഛൻ ഈ രണ്ട് വിശുദ്ധരെയും കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം. മദർ തെരേസായി ഒരിക്കൽ മാത്രം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയോടൊപ്പം 4 പ്രാവശ്യമെങ്കിലും അച്ഛൻ ബലി അർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അച്ഛൻ അതിലും മഹത്തരമായിട്ട് ഓർക്കുന്നൊരു കാര്യം, 89 ഒക്ടോബർ മാസം 27-ാം തീയതി അച്ഛൻ റോമിൽ പഠിക്കാൻ ചെന്നിട്ട് ആദ്യമായിട്ട് മാർപ്പാപ്പയുടെ കൂടെ ബലി അർപ്പിക്കാനുള്ളൊരു അവസരം അച്ഛന് കിട്ടി. അന്ന് തന്നെ അതേ മണിക്കൂറിൽ ഒരു സന്യാസിനെ അച്ഛൻ എനിക്കൊന്ന് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു. അച്ഛൻ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യണം? അച്ഛൻ ചെന്നില്ലെങ്കിലും മാർപ്പാപ്പയുടെ കുർബാന അവിടെ നടക്കും. പക്ഷേ അച്ഛൻ ചെന്നില്ലെങ്കിൽ ആ ഫോൺ വിളിച്ച ആ സന്യാസിനിക്ക് പിറ്റേ ദിവസം പാപമോചന അനുഭവത്തിൻ്റെ ആ പ്രസാദപരത്തിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് റോമിൽ ചെന്നിട്ട് ആദ്യമായിട്ട് മാർപ്പാപ്പയുടെ കൂടെ കുർബാന ചെല്ലാനായിട്ട് ലഭിച്ച ആ അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അച്ഛൻ ആ പാപമോചന അനുഭവത്തിനാണ് പോയത്. കഴിഞ്ഞ ദിവസം അതേക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാനിടയായി പെട്ടെന്ന്. അതെ, ഇവിടെ മാർപ്പാപ്പയുടെ അടുത്ത് കുർബാന ചെറുപ്പോൾ കുർബാനയിൽ അച്ഛനിൽ അനുഗ്രഹം ലഭിക്കുന്ന അവസ്ഥയാണ്. എന്നാൽ ലഭിക്കുന്നതിനേക്കാൾ മഹത്തരമാണ് നൽകല്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കാര്യത്തിന് അച്ഛൻ പോകാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ നാം
നൽകാൻ തയ്യാറാകുമ്പോൾ, നമ്മെ തന്നെ നൽകാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മെ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കും. അങ്ങനെയാണ് നമ്മൾ വിശുദ്ധരാകുന്നത്. ഒരു മദർ തെരേസായും കുരിശന്റെ യോഹന്നാനും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും അൽഫോൻസാമയും ഒക്കെ വിശുദ്ധരായതുപോലെ തന്നെ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരും അതിനുള്ള കൃപ ലഭിച്ചവരുമാണ് നാം. ഒരു ചാവറയച്ചനെ കുറിച്ച് പറയുന്നുണ്ട്, മാമോദീസായിൽ ലഭിച്ച പരിശുദ്ധി നഷ്ടപ്പെടുത്താതെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ മനുഷ്യനാണെന്ന്. ഇതേ കൃപയിലും കാരുണ്യത്തിലും വിശുദ്ധിയിലും ജീവിച്ച് വിശുദ്ധരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണെന്ന്. നമ്മുടെ എന്ത് പോരായ്മകളും തെറ്റുകുറ്റങ്ങളും ഉണ്ടെങ്കിലും ഒരു ബലിയർപ്പണത്തിലൂടെ അതൊക്കെ കഴുകിക്കളയപ്പെട്ട് വിശുദ്ധരായി തീരാൻ. അതുകൊണ്ട് നീ ബലിയർപ്പണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും ഓർക്കുക, മദർ തെരേസായെ പോലെ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ പോലെ വിശുദ്ധരായിട്ടാണ്, വിശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധരായിട്ടാണ് ഈ ദേവാലയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ആ വെളിച്ചത്തിൽ, ആ ബോധ്യത്തിൽ, ആ അനുഭവത്തിൽ ആ കൃപ നഷ്ടപ്പെടുത്താതെ ജീവിക്കാൻ അനുഗ്രഹം തരണേന്ന്, അങ്ങനെ ഒരു ബലി അർപ്പിക്കാൻ ഭാഗ്യം തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബലി തുടരാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ തിരുസഭയുടെ ഭാവമഹത്വത്തെ സ്മരിച്ചുകൊണ്ട് കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനം അനുസരിച്ച് സഭയിൽ നിരന്തരം വസിച്ചുകൊണ്ട് അവളെ നിത്യ സൗഭാഗ്യത്തിലേക്ക് അനയിക്കുന്ന കർത്താവേ, സ്ലീഹന്മാരും അവരുടെ പിൻഗാമികളും വഴി സഭയെ സ്വർഗീയ ജെറുസലേമിലേക്ക് സുരക്ഷിതമായി നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, സഭയെ സ്നേഹിക്കുകയും നിർമ്മല വധുവായിരിക്കുവാൻ അവൾക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ നിനക്കുണ്ടായിരുന്ന മഹത്വത്തിൽ ഞങ്ങൾ പങ്കുകാരാകുവാൻ വേണ്ടി അനുദിനം ഞങ്ങളുടെ കുരിശുമെടുത്ത് ഇതിനെ അനുഗമിക്കുവാൻ ആഹ്വാനം ചെയ്ത കർത്താവേ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായ മിശിഹായി, ദൈവദൂതന്മാരാൽ പരിസേവിതനായി കുരിശടയാളത്തോടുകൂടി വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധരോടൊന്ന് ചേർന്ന് നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുന്ന ഈ ബലിയിൽ ഞങ്ങൾ പങ്കുചേരുമ്പോൾ ഞങ്ങളെ തന്നെ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ച് വിശുദ്ധരാകാൻ ഈ തിരുബലി വഴി അവിടുന്ന് ഞങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യണമേ. നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകും. പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അതിൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവയ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അതിനാൽ കർത്താവെ, അങ്ങയുടെ ദാനം ഞങ്ങളിൽ ഫലമണിയാൻ വരം തരണമേ. ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായ ഈ ജനത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെയും തുടർച്ചയായി ചെയ്യട്ടെ.
രക്ഷകായിയപ്പവും കാഴ്ചയായിന്നു നൽകുവാൻ ഒന്നു ചേർന്നിതാ നിൽക്കുന്നു. രക്ഷകായിയപ്പവും കാഴ്ചയായിന്നു നൽകുവാൻ ഒന്നു ചേർന്നിതാ നിൽക്കുന്നു. സ്വീകരിക്കണേ ദൈവമേ, സ്വീകരിക്കണേ ഞങ്ങളെ, സ്വീകരിക്കണേ ദൈവമേ, സ്വീകരിക്കണേ ഞങ്ങളെ. അങ്ങേ ആരാധ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകും. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മിശിഹായുടെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം വരെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അർപ്പിക്കപ്പെടണം എന്ന കൽപ്പനയനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിന്മേൽ ഇവ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സാധനുമതുപോലാത്മജനം ദിവ്യറുകായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാം. പാവനമീ ബലിയിൽ സുതരുടെ പ്രേക്ഷിതരെ, ഏകസ്നേഹിതരെ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കും. സർവരുമൊന്നായി പാടിയിടട്ടെ, ആമേൻ ആമേൻ. മാർത്തോമായേയും ദിനസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിടാം. നമ്മുടെ കൂടെ ബലവാനായ കർത്താവിൻ എന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയങ്ങൾ ചൊരിയുന്നേക്കും. നോവും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ ഓർക്കാൻ നിത്യം വാഴ്ത്തിടാം. കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ
അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തോടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിലെ സർവ്വസ്തുതിയുള്ള പിതാവിനെ ക്ഷണിച്ചവരും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവരും ഏകകർത്താവുമായ ഈശ്വരശിഹായ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിലുള്ള സത്യവും പിതാവിനോടുള്ള സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാ സത്യങ്ങളുടെയും ചെയ്തു മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസ് പീഡകൾ സഹിക്കുകയും ശ്രീവാഹനത്തിൽ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെടുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏക മാമോദീസായി ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ എൻ്റെ പിതാവെ, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അങ്ങേക്ക് സമർപ്പിക്കുവാൻ പാപിയായിരുന്നിട്ടും എന്നെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യനാക്കി. അങ്ങയുടെ അജഗണമായ ജനത്തിന്റെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ലോകം മുഴുവൻ്റെയും അനുരഞ്ജനത്തിനും എല്ലാ സഭകളുടെയും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ഞാനിവ അനുഷ്ഠിക്കുന്നു. കർത്താവെ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരന് ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. തന്റെ ലക്ഷ്യം നിറവേറ്റുവാൻ അങ്ങേ ശക്തരാകട്ടെ. ഈ കുർബാന സ്വീകരിക്കട്ടെ. അങ്ങേ ഞങ്ങൾക്കും ലോകം മുഴുവൻ വേണ്ടി അങ്ങ് സമർപ്പിക്കുകയും അവിടുന്ന് സമൃദ്ധമായി ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അയോഗ്യരും പാപികളുമായിരുന്നിട്ടും അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ പരികർമ്മത്തിന് ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരനെ, ഈശോയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധോടും കൂടി കർത്താവിൽ നിന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് എവിടെ സൃഷ്ടിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂതാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക നൽകുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ.
ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ അഖില ചരാചര കർത്താവ ദൈവത്തിനു ബലിയർപ്പിക്കൂ ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുകർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യവും മഹനീയവുമായ നാമം എല്ലാ ധരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കൊണ്ടിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേറ്റവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നു. അങ്ങയിൽ പറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങളിപ്പോൾ അർപ്പിക്കുന്നു.
കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ ഭക്ഷിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് മാർ പാപ്പയ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും മാർ ആന്റണി മെത്രാപ്പൊലീത്തായ്ക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വേണ്ടി ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അംഗങ്ങളുടെയും ബഹുമാനത്തിനും അങ്ങയെ പ്രീതിപ്പെടുത്തിയ നീതിമാന്മാരായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം പ്രതീക്ഷിക്കുന്ന ഈ സമൂഹത്തിൽ ഈ ഇടവക മുഴുവനും വേണ്ടിയും ബലഹീനനും ഭാവിയുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഈ തിരുശരീര രക്തങ്ങൾ വിശുദ്ധ ബലിപീഠത്തിൽ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെ ഈ സമർപ്പണം വഴി അങ്ങയെ പ്രസാദിപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും
അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പക്ഷിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധി നിൽക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസന്മാരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. പരിമള സസ്യങ്ങളെയും സുഗന്ധദ്രവ്യങ്ങളെയും നാഥ വാഗ്ദാന പേടകത്തിന്റെ കൂടാരത്തിൽ ശ്രേഷ്ഠ പുരോഹിതനായ അഹരോൻ അർപ്പിച്ച ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനയും ധൂപവും അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്നേഹത്തിന്റെ ദിവ്യപരിമളത്താൽ എന്നെ സുഗന്ധപൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയ ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ലിടയനായ കർത്താവെ, അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്ത തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ ബലിപീഠത്തിൽ നിൽക്കുന്ന ഈ ശുശ്രൂഷകരെയും അങ്ങയുടെ കാരുണ്യം കാത്തു നിൽക്കുന്ന ഈ ജനങ്ങളെയും സുഗന്ധപൂരിതരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കല്ലറയുടെ സാദൃശ്യമായ ഈ വിശുദ്ധ ബലിപീഠത്തെയും സുഗന്ധപൂരിതമാക്കണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, അങ്ങയുടെ നാമത്തിന് എപ്പോഴും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്നേഹമേ
മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോട് സമീപിക്കാം. അത് ലോകത്തുനിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തുന്നു, ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവെ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും കുറ്റങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിർമ്മല ഹൃദയത്തോടും പ്രസന്നവദനത്തോടും മനോവിശ്വാസത്തോടും കൂടെ എപ്പോഴും അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കൈനപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും സഭാമാതാവേ, നിന്റെ സന്താനങ്ങളുടെ അധരങ്ങൾ വഴി നീ മിശിഹായെ അർപ്പിക്കുക. എന്തുകൊണ്ടെന്നാൽ അവൻ നിനക്ക് വേണ്ടി പീഡ അനുഭവിച്ചു, കേട്ടയാകുന്ന പാർമയിൽ നിന്നെ പടുത്തുയർത്തി, നിന്നെ സംരക്ഷിക്കുവാൻ അജപാലന്മാരെ നൽകി, തന്നെ തന്നെ നൽകിക്കൊണ്ട് ദേവരാജ്യത്തിന്റെ ഭക്ഷണം നിന്നിൽ സജ്ജീകരിക്കുകയും ചെയ്തു. മാലാഖമാരോടുകൂടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവീശോ മിശിഹായുടെ പ്രസാദവരും നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരന്റെ സഭാമാതാവിന്റെ പൂർത്തീകരണത്തിൽ നമുക്ക് സന്തോഷിക്കാം. നവജീവനിലേക്ക് നയിക്കുന്ന ഈ ദിവസങ്ങളിൽ പ്രത്യാശയോടെ നമുക്ക് പങ്കുകൊള്ളുകയും ചെയ്യാം. അടിയനൊരിടത്തിന്റെ കാവലുണ്ട്, അടിതെറ്റാതിരിക്കുവാൻ കൂടെയുണ്ട്. ഇടം വലമകളുടെ കണ്ണുണ്ട്, എനിക്കതിൽ പരമാനന്ദമില്ല.
ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അടിയമൊരിടയന്റെ കാവലുണ്ട്, അഴുതെറ്റാതിരിക്കുവാൻ കൂടെയുണ്ട്. ഇടവകമവനുടെ കണ്ണുകളുണ്ട്, എനിക്കതിൻ പരമാനന്ദം. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയായ മിശിഹായ സകലത്തിൻ്റെയും നാഥ, അങ്ങയുടെ ശരീരവും രക്തവും സ്വീകരിച്ച് ഞങ്ങളിൽ അങ്ങയുടെ ശക്തി ആന്തരികമായി വസിക്കട്ടെ. ഞങ്ങൾ ആനന്ദപൂർവ്വം അങ്ങയെ എതിരേൽക്കുകയും അങ്ങയെ അഭീഷ്ടം നിറവേറ്റുന്ന സകല വിശുദ്ധരോടും ഒന്നിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രഭാവത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവവുമായ ഈ ദേശങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യതപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തെയും പവിത്രീകരിക്കുന്ന തൻ്റെ അമൂല്യമായ ശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപൂർവം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ അച്ചാരം നിന്റെ കാരുണ്യാതിരേകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. പിതാവായ ദൈവം നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങളും നൽകി നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തന്റെ രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും അക്ഷയവും അനശ്വരവുമായ സൗഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു. അവിടുന്ന് തന്റെ ജീവദായകമായ സുവിശേഷം വഴി ശിഷ്യഗണത്തോട് ഇപ്രകാരം അരുൾ ചെയ്തു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അവന് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല. പ്രത്യുതാപൻ മരണത്തിൽ നിന്ന് നിത്യായുസ്സിലേക്ക് പ്രവേശിക്കും. ഈ കുർബാനയിൽ പങ്കുകൊണ്ട് നമ്മുടെ ഈ സമൂഹത്തെ തൻ്റെ വാഗ്ദാനം അനുസരിച്ച് മിശിഹ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുകൊണ്ട് സന്തുഷ്ടരായ നമ്മെ അവിടുന്ന് മഹത്വമണിയിക്കട്ടെ. കർത്താവിൻ്റെ കുരിശിൻ്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരാകട്ടെ. രഹസ്യവും പരസ്യവുമായ എല്ലാ വിപത്തുകളിലും നിന്ന് സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ ഞങ്ങൾ സ്വീകരിച്ച ഈ കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ.
നിത്യപുരോഹിതനായ ഈശോ നിങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പൂശപ്പെട്ട കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരു രക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിൻ്റെ മഹനീയ മുദ്ര പറിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ പല സമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പല സൗഭാഗ്യത്തിൻ്റെ മകവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ വൈദികരുടെ രാജ്ഞിയായ മറിയമേ, ഇന്ന് നവംബർ മാസം 1-ാം തീയതി ഞായറാഴ്ചയുമാണ്. ഇന്ന് വൈകിട്ട് 5:30 മണിക്ക് ഒരു കുർബാന കൂടി ഉണ്ടായിരിക്കുന്നതാണ്. നാളെ രാവിലെ 6:30 വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. വൈകിട്ട് 5:30 നാളെയും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുമെന്ന് അറിയിക്കുകയാണ്. പ്രത്യേക സന്തോഷമുണ്ടെന്ന് കുറച്ച് കുട്ടികളെങ്കിലും ദേവാലയത്തിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ സന്തോഷമുണ്ടെന്ന് ഒരു പ്രത്യേകം അറിയിക്കുകയാണ്. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായ നാഥ,